ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനുസിയമ്മി കിച്ചൺ. ഇന്നത്തെ വീഡിയോ അറബിക് ഫലാഫൽ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലാഫൽ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടു നോക്കാം. ഫലാഫൽ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് വെള്ളക്കടലയാണ്. അപ്പോൾ ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് വെള്ളക്കടലയാണ്. ഓവർനൈറ്റ് വെക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കണം. കടലിലെ വെള്ളമെല്ലാം കഴുകി കളഞ്ഞിട്ട് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലുതായതുകൊണ്ടാണ് ഒരു ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിൽ 2 ഒക്കെ എടുക്കണം. പിന്നെ അതുപോലെ 4-5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്തിരി വലിയ സൈസാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 പച്ചമുളകാണ്. ഇതധികം എരിവുള്ളൊരു സ്നാക്കല്ല, അതുകൊണ്ടാണ് 3 ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. എന്നാലും ഒരുപാട് സ്പൈസി ആക്കാനായിട്ട് നിൽക്കണ്ട. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒന്നാണ് മല്ലിയില. ഒരു പിടി മല്ലിയിലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മല്ലിയില കഴുകിയെടുത്ത് മുറിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്ര ഐറ്റംസ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ആക്കി എടുക്കും വേണം. ഞാനിപ്പോൾ മിക്സിയുടെ വലിയ ജാറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പകുതി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. അരയ്ക്കുമ്പോൾ നല്ലോണം പേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല. പൾസിലൊന്ന് കറക്കിയിട്ട് ക്രഷ് ആക്കി എടുത്താൽ മതി. ഒരു തരിതരിപ്പ് വേണം, വല്ലാതെ പേസ്റ്റായി പോകാനായിട്ട് പാടില്ല. വല്ലാതെ പേസ്റ്റായി പോവുകയാണെങ്കിൽ ഈ ഫലാഫലിൻ്റെ ടെക്സ്ചർ മൊത്തത്തിൽ തന്നെ മാറിപ്പോവും. ഇപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, വേണമെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത്ര ഐറ്റംസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി കൈവച്ച് നിന്ന് നന്നായി മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് വേറൊന്നും വേണ്ട. ഇനി ഇത് ഷേപ്പാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. വേണമെങ്കിൽ ബോൾസ് പോലെ ആക്കാം, അല്ലെങ്കിൽ ഫലാഫലിൻ്റെ മോൾഡ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ബോളാക്കി എടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ഷേപ്പായി കിട്ടും. ഈ ഒരു ഷേപ്പിലാണ് കൂടുതലും ഫലാഫൽ കണ്ടുവരുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ ഒന്ന് വേവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സെൻറ്ററിലൊന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ നല്ല ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. നല്ല തീയിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ ഉള്ളിൽ കുക്കാവില്ല. കടല ആയതുകൊണ്ട് തന്നെ കുക്കാവാനായിട്ടുള്ള ടൈം കുറച്ചെടുക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് 2 സൈഡും കളർ നല്ലോണം മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പരിപ്പാട് കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും കുക്ക് ചെയ്യാനായിട്ട്. കടലായതുകൊണ്ട് തന്നെ വേവാനുള്ള ടൈം കൊടുക്കണം. അപ്പോൾ അതാ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ ഇതിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല ചൂടോടുക്കൽ തന്നെ സെർവ് ചെയ്യാനായിട്ട് നല്ലത് ഒന്ന് ചൂടാറിയിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും. നല്ല ചൂടോടുക്കൽ തന്നെ സെർവ് ചെയ്യണമെങ്കിൽ ഉൾഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് മീഡിയം ചൂടിലൊക്കെ ഒന്ന് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നല്ല കറക്റ്റ് ടെക്സ്ചറൊക്കെ ആയിട്ട് കിട്ടിക്കോളും. ഞാനിപ്പോൾ ഇത് മയോണൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അമ്മൂസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റോളായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.